നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജന്യ. ദിവാലി അല്ലെങ്കിൽ ദീപാവലി എന്നൊക്കെ പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് കുറെ മൺചിരാതുകളൊക്കെ കത്തിച്ചു വെച്ചതിന്റെ ഒരു ചിത്രമായിരിക്കും. മൺചിരാതുകൾ പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ക്യാൻഡിലുകളും അതുപോലെ തൂക്കിയിടാനൊക്കെ ആയിട്ട് ലാമ്പുകളും ഒക്കെ. ഈ ലാമ്പ് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആകെ ആവശ്യമുള്ളത് കുറച്ച് കളർ പേപ്പറുകളും ഗിൽറ്റും അതുപോലെ പശയും ഒക്കെയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നറിയാനായിട്ട് നമുക്ക് വീഡിയോ കാണാം. പേപ്പർ വിളക്ക് തയ്യാറാക്കുന്നതിന് കളർ പേപ്പറുകളും പെയിന്റും ഗിൽറ്റും പശയും കത്തിയുമാണ് വേണ്ടത്. ഇതിനായിട്ട് ആദ്യം നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഞാനിവിടെ നീലയാണ് എടുത്തിരിക്കുന്നത്. ഈ പേപ്പർ നമുക്ക് രണ്ടായിട്ടാണ് മടക്കേണ്ടത്. നന്നായിട്ട് മടക്കി എടുക്കുക. അതിനുശേഷം ഒരു കത്തി ഉപയോഗിച്ച് ഈ പേപ്പർ രണ്ട് ഭാഗങ്ങളാക്കി മാറ്റാം. ഇനി അതിൽ ഒരു ഭാഗം എടുത്ത് അതിന്റെ നീളമുള്ള ഭാഗം ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കണം. അടുത്ത ഭാഗവും അതുപോലെ തന്നെ മടക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ മടക്കിയതിന്റെ നടുക്ക് വശത്തു കൂടി ഇതുപോലെ ഒരു മാർക്കറോ അല്ലെങ്കിൽ പേനയോ ഉപയോഗിച്ചുകൊണ്ട് വരച്ചു കൊടുക്കാം. സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് മാർക്ക് ചെയ്ത് കൊടുത്താലും മതി. ഇനി മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ നമുക്കൊരു കത്തി വെച്ച് ഇതുപോലെ ഒന്ന് കീറി കൊടുക്കാം. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് പേന ഉപയോഗിച്ചോ മാർക്കർ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഇതുപോലെ പെയിന്റ് ഉപയോഗിച്ച് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റിക്കർ ഉപയോഗിച്ചാലും മതിയാകും. അപ്പോൾ നമ്മൾ രണ്ട് ഭാഗവും ഇതുപോലെ കളർ ചെയ്തെടുത്തു. ഇനി ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് ഗിൽറ്റ് ഇതുപോലെ വിതറി കൊടുക്കാം. ഇനി നമുക്ക് ഈ പേപ്പർ ഇതുപോലെ ഒന്ന് മടക്കി എടുക്കണം. ചെറിയൊരു റോള് പോലെയാണ് നമുക്ക് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൽ പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. പശ വെച്ച് നന്നായി ഒട്ടിച്ചതിന് ശേഷം ഇതിന്റെ മുകളിലായിട്ട് പിടിച്ച് ഇതുപോലെ താഴേക്ക് ഒന്ന് അമർത്തി കൊടുക്കുക. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ ആയിരിക്കും കിട്ടുക. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഭാഗം പേപ്പർ എടുത്ത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റോളിന്റെ അകത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് പശ വെച്ചോ അല്ലെങ്കിൽ സ്റ്റാപ്ലർ ഉപയോഗിച്ചോ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടില്ലേ? ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. അടുത്തതായിട്ട് ഇതിന്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു പേപ്പർ മടക്കി വെച്ച് കൊടുക്കണം. നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇതുപോലെ തന്നെ നമുക്ക് മറ്റ് കളർ പേപ്പറുകൾ ഉപയോഗിച്ചും ചെയ്യാം. 3 നിറങ്ങളിലായാണ് ചെയ്തെടുത്തിരിക്കുന്നത്. കൂടുതൽ നിറങ്ങളാകുമ്പോഴേക്കും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതുപോലെ ഇങ്ങനെ ഒരു LED ലൈറ്റ് കൂടി ഇതിൻ്റെ അകത്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ രാത്രി ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. ഒരു LED ലൈറ്റ് കൂടി ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.